വാശി പിടിപ്പിച്ചപ്പോൾ ഞാൻ ആരെയും കച്ചവടം ചെയ്ത് കണ്ട് എതിർത്ത് തുടങ്ങിയ വാശി പിടിപ്പിച്ചതാണ്. അപ്പോൾ ഒരു നല്ലോണം കച്ചവടം ചെയ്തിട്ട് വിചാരിച്ചു നമ്മളെ ബേക്കറി നടത്തിയിട്ടുള്ള ലാഭമല്ല, ബേക്കറി അത് എപ്പോഴല്ല പൈസ കുറച്ചെങ്കിലൊക്കെ ലാഭം. മുമ്പ് 3 കൊല്ലം കൂടുമ്പോഴും സാധനം വില കൂടുന്നുണ്ട്. 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കച്ചവടം ചെയ്തിട്ട് എത്ര ആൾ പണിയെടുത്തെങ്കിലും 25 സാമാനം ഒരു 3 മാസം ലാഭം കിട്ടുമല്ലോ. പിന്നെ ഉള്ളത് നമ്മളിങ്ങനെ നോക്കുക ഇരിക്കുക എന്നുള്ളതാണ്, നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം ദേഷ്യം പിടിച്ചാണ്ട് ഇങ്ങനെ ആയപ്പോഴാണ് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 500 കിലോൻ്റെ മൈദൻ്റെ പണി നമ്മളെ ബേക്കറിയിൽ നടക്കുന്നത്. 500 കിലോ മൈദ എന്ന് പറഞ്ഞാൽ എന്ത് മൈദാണ്? അന്ന് ലീഡിങ് മൈദ സൗത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മൈദ, ഗവൺമെന്റ്. അത് കഴിഞ്ഞാൽ ഗോപുരം മില്ല്, ഗോപുരം മില്ലിന് പിന്നെ 501 അതിലും വില കുറഞ്ഞ. അപ്പൊ മൈദ കേക്കിനും ബന്നിനും ഇതിനൊക്കെ അതിന് ഓരോന്നിനും ഓരോ സൈസ് മൈദന്റെ അതാണ് എടുക്കുക. ഏറ്റവും കുറഞ്ഞതിനാണ് ഇത് എടുക്കുക. അപ്പോൾ അതങ്ങനെ തുടങ്ങിയപ്പോൾ 500 കിലോ മൈദ മാത്രം, പിന്നെ ഒരു 100 കിലോ പഞ്ചസാര പൊടിച്ചതുണ്ടാവും. അതിൽ വനില പൗഡർ, മറ്റേ പൗഡർ, ഈ പൗഡർ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് വനില പൗഡർ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിൽ വനിലിൻ പൗഡർ എന്നാണ് സാധനം ഇറങ്ങിയിട്ട് പറഞ്ഞത്. അപ്പോൾ അത് 1800 നിലണ്ടാണ്. ഒരു 20 കിലോ ഞാൻ വാങ്ങി. എന്നിട്ട് അതിൽ എന്തോ എന്നാണ് മിസ് ചെയ്തതാണ്. അപ്പോൾ ബേക്കിംഗ് സ്ഥാനത്ത് ഒരു കൃത്രിമം ചെയ്യാൻ പറ്റില്ല, കേടുവരും. ലോകത്തിൽ നല്ല വൃത്തിയാണ്. അങ്ങനെയാണ് തുടങ്ങി. അതാണ് തുടങ്ങിയിട്ട് മദ്രാസിന്റെ 4 അപ്പൊ എന്നിട്ട് ഒരു കച്ചവടക്കാരൊക്കെ. അപ്പൊ മദ്രാസിന്റെ പല ഭാഗത്തേക്കും സൈക്കിളിൽ നിന്നാണ് പോവുക. അപ്പൊ കയറ്റിറക്കം കുറവാണ്. മദ്രാസിലെ സിറ്റി കഴിഞ്ഞാലും പല സ്ഥലങ്ങളും. സൈക്കിളിന് ലോഡും വെച്ച് ഇങ്ങനെ പല ഭാഗത്തും പോകുമ്പോൾ സൈക്കിളിനും സൈക്കിൾ രക്ഷയുണ്ട്. അപ്പൊ അതിന്റെ സൈക്കിൾ രക്ഷന്റെ വീലാണ് വെക്കുക. എന്നിട്ട് ബാക്ക് സൈക്കിൾ രക്ഷന്റെ വീലും 2 ഗ്ലാസും 2 വലിയ പെട്ടി, 2 വലിയ സഞ്ചി. എന്നിട്ട് അതിന്റെ മേലെ തകരം കൊണ്ട് 3 അത് മരത്തി ഇട്ടുകാണ്ട് അതിന്റെ മേലെ സാധനം വെച്ചിട്ട് 7 സൈക്കിൾ ട്യൂബ് ഇട്ടുകാണ്ട് അതും വെച്ച് പോവും. ഇങ്ങോട്ട് ചവിട്ടി പോവുക, നേരത്തെ സ്ഥലത്ത് കൂടി തുടങ്ങുമ്പോൾ നിർത്തുക. അങ്ങനെതായി എവിടുന്ന കച്ചവടം തുടങ്ങണേ അവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കാണ്ട് അവിടുന്ന് ബസ്സിനോട് പോകും. ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് നല്ലാണ്ട് സാധനം സിഗരറ്റിന്റെ അട്ടപ്പെട്ടി ഉണ്ടാവുമല്ലോ, അതിന് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റാണ്ട് പാരീസിൽ ബസ്സിന് പോകും. എന്നിട്ട് അവിടുന്ന് ബസ്സിന് സാധനം പിന്നെയും കച്ചവടം തുടങ്ങും. 2 ദിവസം ചെയ്താൽ 3-ാമത്തെ ദിവസം തിരിച്ച് റിട്ടേൺ, ഒരു ദിവസം റെസ്റ്റ്, പിറ്റേന്ന് പിന്നെയും പോകും. അങ്ങനെ കച്ചവടം പല സ്ഥലത്തും പോകാൻ അതിൽ പോയിക്കാണ്ട് ഇത് മുതലാളി ക്യാപ്റ്റനൊക്കെ അവിടുത്തെ ബാംഗ്ലൂർക്ക് മോട്ടോർ സൈക്കിളിൽ പോയിക്കാണ്ട് മൂവ്മെന്റ് ബൈക്കിൽ നിൽക്കണല്ല, ഡാൻഡിൽ എന്തോ സ്ഥലത്തിന്റെ പേരുണ്ട്, അവിടെ നിൽക്കണ ഇച്ചിരി ഇവിടെ നിൽക്കണ വെച്ചാല ഞാൻ പാട്ട് പോരുകയാണെന്ന് അറിയാലോ വയനാട്ടിലേക്ക്. കച്ചവടം ചെയ്ത് കൊടുക്കുന്ന അവിടുത്തെ ധാരണക്കും പിന്നെ അവിടെ ധാരണക്കും പോയതോ. അത് നിരന്ന സ്ഥലമായതുകൊണ്ട് ഈ നിരന്ന സ്ഥലത്തുള്ള പ്രശ്നം എന്താ, ഇത് ഓട്ടലും ചവിട്ടലുള്ള പ്രശ്നം. പോണ സമയത്ത് വല്ല സൈക്കിളിനും വല്ല കേടും പറ്റിയാലും വല്ല പഞ്ചറ എന്തെങ്കിലും ആകെ വീല് ബെൻഡാകെ ചെയ്താൽ അത് തോളിൽ വെച്ചാണ്ട് പോണ രംഗം കാണുന്നത് സങ്കടം തോന്നും. എന്നിട്ട് ഇത് ഈ കഷ്ടം കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഓട്ടോറിക്ഷ വാങ്ങിയാണ്ട് അത് വാങ്ങിയാൽ പഠിപ്പിക്കാണ്ട് ഓരോരുത്തർക്കും പഠിപ്പിക്കാണ്ടാണ് വാങ്ങിക്കൊടുത്ത. അപ്പോൾ ഓട്ടോറിക്ഷ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്തപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്ര കാലം നയിച്ചുകൊണ്ട് ഈ ബടിയും കുത്തിപ്പിടിച്ച് വെക്കാനായി 10 ഉറുപ്പിക ഉണ്ടായതുകൊണ്ട് നല്ല കാര്യം 80% നിങ്ങൾ വിജയിച്ചിട്ടാണ്. പക്ഷെ 20% അങ്ങനെ പഠിച്ചാൽ ഇബിലീസിന് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഉണ്ടാവും മണ്ടത്തരങ്ങൾ ഉണ്ടാവും. കൂടി നമ്മള് ഗവൺമെന്റിന് 50 കൊല്ലം മുമ്പ് സർക്കാരിനെ പറ്റിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്താൽ വെള്ളത്തിന്റെ നിയന്ത്രണം കള്ളത്തരം ചെയ്തിട്ട് എന്നിട്ട് ആ വെള്ളത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ റീഡിങ് എടുക്കാൻ പറ്റുമോ? അത് എങ്ങനെ റീഡിങ് മാറ്റുന്നറിയോ?